ഏതായാലും ഇപ്പോൾ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും എത്തിയിട്ടുണ്ട്. കർണാടക കാർവാർ MLA സതീഷ് സെയിൽ അടക്കമുള്ള ആളുകൾ നിറകണ്ണീരോടുകൂടിയാണ് ഈ പ്രദേശത്ത് നിൽക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ വാതിൽ തുറന്നു, ആംബുലൻസിന്റെ വാതിൽ തുറന്ന് മൃതദേഹം പുറത്തേക്ക് എടുക്കുകയാണ്. അത് വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകും. ശേഷമായിരിക്കും പുറത്ത് ഒരുക്കിയിരിക്കുന്ന ശവമഞ്ചത്തിൽ, പൂക്കളായി അണിയിച്ചിരിക്കുന്ന ശവമഞ്ചത്തിൽ അർജുന്റെ മൃതദേഹമാണ് ഇപ്പോൾ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങേയറ്റം വികാര നിർഭരമായ ഒരു നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നിറയെ റീത്തുകളും പുഷ്പങ്ങളും കൊണ്ട് അലങ്കൃതമായ ശവപ്പെട്ടിയിൽ അർജുൻ നിത്യതയിൽ കിടന്ന് ഉറങ്ങുകയാണെന്ന് പറയാൻ. ഈ വീട്ടിലേക്ക് അർജുൻ ഏറെ കഷ്ടപ്പെട്ടും ലോണെടുത്തും പണിയെടുത്തും ഉണ്ടാക്കി ഈ വീട്ടിലേക്ക് ഇനി ഒരിക്കലും അർജുന തിരിച്ചു വരവുണ്ടാവില്ല. അവസാനത്തെ വരവാണിത്. ആ വരവിനായി ഇവിടെ എല്ലാ നിരവധിയായ മനുഷ്യന്മാർ കാത്തു നിൽക്കുന്നു. പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായി. അർജുൻ പണി കഴിപ്പിച്ച ഇപ്പോഴും പണി പൂർണ്ണമായും പൂർത്തിയാകാത്ത വീട്ടിലേക്ക് അർജുന്റെ ഭൗതിക ശരീരം എത്തിക്കുകയാണ്. ആംബുലൻസിൽ നിന്ന് പുഷ്പാലങ്കൃതമായൊരു പേടകത്തിൽ അർജുന്റെ സാന്നിധ്യമുണ്ട്. നമുക്ക് അങ്ങനെ വിശ്വസിക്കാനേ ഇനി കഴിയൂ. അർജുന്റെ വീട്ടിലേക്ക് ഇങ്ങനെയല്ല അർജുന്റെ വരവുകാത്ത ആ കുടുംബം ഇരുന്നത് 70 ദിവസങ്ങൾക്ക് മുമ്പ്. ജൂലൈ മാസം 17-ാം തീയതി വൈകുന്നേരത്തോടു കൂടി ഈ വീട്ടിൽ അർജുൻ കളിച്ചിരികളോടുകൂടി എത്തിച്ചേരേണ്ടതായിരുന്നു. അവിടെയാണ് ഇന്നിപ്പോൾ അർജുൻ ചേതനയേറ്റ ശരീരമായി വീടിനുള്ളിലേക്ക് ഇപ്പോൾ നാട്ടുകാരുടെ സഹായത്തോടു കൂടി നമ്മളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ പ്രവേശിക്കുന്നത്. തീർച്ചയായും കണ്ടു നിൽക്കാൻ വയ്യാത്ത വിധം വളരെ മനസ്സുലയ്ക്കുന്ന കാഴ്ചയാണിത്.